മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം കാല് വെട്ടണം അതിന് ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? ഒരിക്കലും ആ കുട്ടികളെ പരിശീലിക്കരുത്. ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ആ കുട്ടികൾക്ക്. 15 ബാലനിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല. ഉള്ളൊരുക്കി കൊണ്ടൊരു അധ്യാപിക പറയുന്ന വാക്കുകളാണ് നമ്മളിവിടെ കേട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്കൂൾ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ അധികരിച്ചു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സ്കൂളിനുള്ളിലുള്ള ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, അധ്യാപകർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പ്രവണതകളും പ്രവൃത്തികളും കുട്ടികളിൽ കണ്ടിട്ട് അധ്യാപകൻ വടിയെടുത്ത് ഒരടി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് മീഡിയ ചാനൽസും സോഷ്യൽ മീഡിയ ആഘോഷമാക്കി മാറ്റും. കുട്ടിയെ ക്രൂരമായി ദേഹോപദ്രവം ചെയ്ത അധ്യാപകൻ അറസ്റ്റിലെന്നായിരിക്കും അടുത്ത വാർത്ത. പിന്നെ ആ അധ്യാപകന് തല ഉയർത്തി നടക്കാൻ പറ്റൂല. സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത നിലയും വിലയും എല്ലാം പോകും. ഇത് പേടിച്ചിട്ട് അധ്യാപകരാരും കുട്ടികളെ ഇപ്പോൾ തല്ലാറില്ല, ശാസിക്കാറില്ല, ഉപദേശിക്കാറില്ല. തല്ലേണ്ട സ്ഥാനത്ത് അധ്യാപകൻ തല്ലുക തന്നെ ചെയ്യണം. കാരണം അധ്യാപകരുടെ ശിക്ഷണത്തിന് ഒരു സ്നേഹത്തിന്റെ ഒരു കവചമുണ്ട്, ഒരു പരിരക്ഷയുണ്ട്. പക്ഷേ ഇത്തരം കുറ്റങ്ങൾ കുട്ടികൾ സ്കൂളിൽ കണ്ണടയ്ക്കപ്പെട്ടാൽ നാളെ അവൻ സമൂഹത്തിൽ ഇറങ്ങി ചെയ്യുമ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്നും പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന തല്ലിന് ഒരു രീതിയിലുള്ള ദയദാക്ഷിണ്യവും ഉണ്ടാവാറില്ല. അധ്യാപകർക്ക് കുട്ടികളെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശങ്ങളെല്ലാം എടുത്തു കളഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്കിടയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തു കളഞ്ഞ പഴയ ചൂരൽ വടി തിരിച്ചു കൊണ്ടുവന്നാൽ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുന്നവരാണ് അധ്യാപകർ. അതിന് കഴിവുള്ള ലക്ഷക്കണക്കിന് അധ്യാപകർ ഇന്ന് കേരളത്തിലുണ്ട്.